ATMിൽ ക്യൂ നിൽക്കുന്നവരൊക്കെ അറിഞ്ഞോ എന്തോ നമ്മുടെ സരിതേച്ചി സോളാറിൻ്റെ രണ്ടറ്റവും കൂട്ടിപ്പിടിച്ച് ആളൂര് വക്കീലിനെയും കൂട്ടി ക്രൈംബ്രാഞ്ചിനെ പോയി കണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത്തവണ എന്തെങ്കിലുമൊക്കെ നടക്കും, ശരിയാകും, നോക്കിക്കോ. ഏട്ടത്തിയല്ലേ പറയുന്നത്. ஒரு முறை வந்து பார்த்தாயா தஜம் தஜம் தகஜம் என் மனம் நீ அறிந்தாயோ അടുക്കരുത്. കാരണവരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഈ സോളാർ ക്രൈമുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസിനുള്ള ബന്ധം അന്വേഷിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, ജയിലിന് മുമ്പ് ടീം സോളാറുമായി ബന്ധപ്പെട്ട് ഓരോ പൊളിറ്റീഷ്യൻസിനെയും കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവരിൽ ഓരോരുത്തരും എങ്ങനെയാണ് ടീം സോളാറുമായി ബന്ധപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആ ആൾക്കാരിൽ നിന്ന് എനിക്ക് ഉമ്മൻചാണ്ടി തുടങ്ങി 19ഓളം പേരുമായിട്ട് ഞാൻ സാമ്പത്തികമായിട്ടും മറ്റു അല്ലാതെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അവരിൽ എത്ര പേരാണ് എന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചത്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്, എൻ്റെ സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അളിയോ തമ്പിളിയോ ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? പറയുകയാണ് ഒരു സ്ത്രീയാണ്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അവരോടൊപ്പം അങ്ങനെയാണോ എന്നുള്ളത് വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ട പല കാലഘട്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് സർക്കംസ്റ്റാൻസസിലാണ് അവരെന്നെ യൂട്ടിലൈസ് ചെയ്തത്, എന്നെ ഏത് പത്തറ്റിക് കണ്ടീഷനിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് അവരവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തത് എന്ന് സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമാണ്. അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു ചവിട്ടുപടിയാണ്. എനിക്ക് രക്ഷ കിട്ടാനുള്ള ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനുള്ള എൻ്റെ അവസാനത്തെ ഒരു നൂൽപാലം എന്ന് പറയും. ഇത് ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അളിയോ തമ്പിളിയോ ഒന്നും വന്നേ. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. നിങ്ങൾക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മറ്റൊരാളെ ഒരിക്കലും നിങ്ങൾക്ക് നോവിലിക്കാനാവില്ല എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഒരവസരം വന്നപ്പോൾ പറഞ്ഞെന്നേയുള്ളൂ. ചില്ലറയില്ലാത്തതിനാൽ 2000-ൻ്റെ നോട്ടിൽ നോക്കി അന്തം വിട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. ആരും എന്നെ അസാധുവാക്കിയില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.